നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് അപകടത്തിലേക്ക് പോവുകയാണ്. അതായത് നാൾക്ക് നാൾ റിസർവ് ബാങ്കിൻ്റെ പോളിസികൾ എല്ലാം തന്നെ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ SBI അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകൾക്ക് വെല്ലുവിളിയാകുന്ന നീക്കങ്ങളാണ് സാമ്പത്തിക അരാജകത്വം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 മുതൽ 2014 വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ സാമ്പത്തിക പരിഷ്കരണം ഒരു പരിധിവരെ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും പിടിച്ച് കരകയറ്റുന്ന നടപടികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി ഈ രാജ്യം വീണ്ടും സാമ്പത്തിക അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അതിന് കൃത്യമായ കാര്യങ്ങൾ പോലും പഠിച്ച് നടപടിയെടുക്കാതെ തന്നിഷ്ടം പോലെ സെബിയെ മൊത്തത്തിൽ വാതുവെപ്പിന് വേണ്ടിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുവഴി ഈ രാജ്യത്തെ തകർക്കുകയാണ് എന്ന് കൃത്യമായി ഉറപ്പിക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഒരു കാര്യം കൂടി അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. തനിക്ക് മുമ്പ് ഇരുന്ന ഗവർണർമാർക്ക് ഈ രാജ്യത്ത് BJP നടത്തുന്ന കള്ളക്കളികൾ, സാമ്പത്തികപരമായ തിരിമറികളെല്ലാം അറിയാം. നോട്ട് നിരോധനം ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളെ മുഴുവൻ കൺകെട്ട് വിദ്യയിലൂടെ പറ്റിച്ച ഒരു നിഗൂഢ പദ്ധതിയായിരുന്നു. ഈ രാജ്യത്ത് ക്രിപ്റ്റോ കറൻസിയും കള്ളനോട്ടും കൃത്യമായി മറ്റ് വഴികളിലൂടെ നിരവധിയായ സ്രോതസ്സുകളിലൂടെ കേന്ദ്ര സർക്കാർ അത് സർക്കുലേറ്റ് ചെയ്യുകയാണോ എന്ന സംശയമാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ കൂടി പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് നോക്കൂ, രഘുറാം രാജൻ പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹത്തിനെ ക്രൂശിക്കാനും അദ്ദേഹത്തിനെ തേജോവധം ചെയ്യാനും ശ്രമിച്ച BJPക്ക് കൃത്യമായി കണക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഒക്കെ തീരുമാനിക്കുന്ന റിസർവ് ബാങ്ക് ആണല്ലോ. ഈ രാജ്യത്ത് എല്ലായിടത്തും UPI സിസ്റ്റം വന്നു, അതുകൊണ്ട് സാധാരണക്കാർക്ക് അവരുടെ കച്ചവടം എളുപ്പമാക്കി എന്നൊക്കെ പറയുമ്പോഴും പണത്തിൻ്റെ മൂല്യം എന്തുമാത്രം തകർന്നിരിക്കുന്നു, എത്രത്തോളം നിർജീവമായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്ക് കൂടിയാണ് വിവരിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ രാജ്യം അത്രമേൽ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് വിവക്ഷിക്കപ്പെടുന്ന ഒരു സമീപനം കൂടിയാണിത്. ഈ രാജ്യത്ത് തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്തം നരേന്ദ്രമോദി തന്നെയാണ് ഏറ്റെടുക്കേണ്ടതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറയുകയാണ്.